ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നടക്കുകയാണ്. ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടാണ് സമരം ആരംഭിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു ഓൺലൈൻ മൂവ്മെന്റ് തന്നെ ഉണ്ടായത് സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തെ തുടർന്നാണ്. രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെയും പ്രതിഷേധിക്കുന്ന ആളുകളെയും പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നവരെയും ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നവരെയും കോക്രോച്ചുകൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരാമർശം നടത്തിയത്. ആക്ഷേപത്തെ ഐഡന്റിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് സമരം ആരംഭിച്ചു. ആ സമരം ഓൺലൈനിലായിരുന്നു. പിന്നീട് ജന്തർ മന്തറിൽ തന്നെ പ്രക്ഷോഭം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ സമരത്തിന് വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമരങ്ങളെ അവഗണിക്കുന്നു, വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നു. ഈ വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു. ഡൽഹി പോലീസിനെ പറ്റി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു കുറിപ്പ്. ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെയാണ് ഡൽഹി പോലീസ് നുണ പറയുന്നത്. അവരുടെ അട്രോസിറ്റി പല ഘട്ടങ്ങളിലും ഇന്ത്യ കണ്ടതാണ്, ലോകം കണ്ടതാണ്. 2019-20 CAA NRC വിരുദ്ധ പ്രക്ഷോഭ കാലത്ത് JNU വിദ്യാർത്ഥികളെ വലിയ ലാത്തി ഉപയോഗിച്ച് നിർദ്ദയം തല്ലിയ പോലീസാണ്. ഡൽഹി കലാപകാരികൾക്ക് കാവൽ നിന്ന ഒരു സംഘമാണ് ഡൽഹി പോലീസ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ ഫ്രാൻസ് 24 ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകൾ CAA NRC വിരുദ്ധ പ്രക്ഷോഭ കാലത്ത് ഡൽഹി പോലീസ് എപ്രകാരം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയിലെ ഡൽഹിയിലെ പോലീസ് ഉപയോഗിക്കുന്ന ആ വലിയ ലാത്തി കണ്ട് ലോകം അത്ഭുതപ്പെടുകയുണ്ടായി. 21-ാം നൂറ്റാണ്ടിലും ഇത്രയും വലിയ ദണ്ടുപയോഗിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ രാജ്യത്തെ പൗരന്മാരെ തല്ലിച്ചതക്കുന്ന അധികാരവർഗത്തിന്റെ ആയുധമാണ് ഡൽഹി പോലീസ്. ആ ഡൽഹി പോലീസാണ് പറയുന്നത്, ഞങ്ങൾ പീസ് കീപ്പ് ചെയ്യുകയാണ്, ഞങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ കരുതിയിരിക്കുക. ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയോട് എങ്ങനെ പെരുമാറി? ഡൽഹി പോലീസ് MP-മാരോട് എങ്ങനെ പെരുമാറുന്നു? ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയധികം ധാർഷ്ട്യം കാണിക്കുന്ന ഡൽഹി പോലീസിന്റെ നടപടി പലപ്പോഴും ഇസ്രായേൽ സേന പെരുമാറുന്നത് പോലെയാണ്. ഇതോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ പ്രസ്താവനയാണ്. 11 കാലഘട്ടത്തിൽ 2ാം UPA ഭരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് RSSന് വേണ്ടി വേഷപ്രച്ഛന്നനായി വന്ന അണ്ണാ ഹസാരെയായിരുന്നു. അണ്ണാ ഹസാരെയുടെ ദൗത്യം മോദിയെ അധികാരത്തിലെത്തിക്കുകയായിരുന്നു. ഗാന്ധി തൊപ്പിയുമായി വന്ന ഗോഡ്സെ ആയിരുന്നു ആ കിളവൻ. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, UPA ഗവൺമെന്റാണ്. അന്ന് നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ മോദി പറയുന്നത്, വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസിന്റെ ആക്രമണത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. അന്ന് മൻമോഹൻ സിംഗിനോട് പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ട അതേ നരേന്ദ്രമോദിയാണ് ഇന്ന് ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ, പ്രക്ഷോഭം നടത്തുന്നവരെ, സമരം നടത്തുന്നവരെ തല്ലിച്ചതക്കുന്നത്. അധികാരത്തിന് പുറത്തിരുന്നപ്പോൾ യുവജന സമരങ്ങളുടെ, വിദ്യാർത്ഥി സമരങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുത്ത നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ ഒരു പ്രക്ഷോഭവും അനുവദിക്കില്ല, ഒരു സമരവും അനുവദിക്കില്ല, ജനാധിപത്യത്തിൽ ഒരു തരത്തിലുള്ള വിയോജിപ്പും പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ച ആ സമരം ഇപ്പോൾ ഗവൺമെന്റിന് ചർച്ച ചെയ്യേണ്ടി വരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. ആ പ്രസ്താവന കൗതുകകരമാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എന്തൊരു കഷ്ടമാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദി, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഭാവിയും അപകടത്തിലാക്കിയ അതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള പോലെ പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പ്രധാന കണ്ണികൾ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നടപടി വൈകുന്നത്.
പിന്നീട് അവർ ആർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്? ക്ലാസുകൾ നൽകുന്ന ചാനലുകൾക്കെതിരെ, യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് നടപടി. ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയാണ് BJP കുറ്റപ്പെടുത്തുന്നത്, ഗോദി മീഡിയ കുറ്റപ്പെടുത്തുന്നത്. നേരാംവണ്ണം പരീക്ഷ നടത്താൻ കഴിയില്ല എന്ന കാര്യം അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് പരീക്ഷ നടത്താൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ രംഗം താറുമാറായിരിക്കുന്നു. ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമാക്കുക, അങ്ങനെ ആളുകളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക. കാര്യങ്ങൾ എളുപ്പമാണ്. ഇങ്ങനെയാണ് രാജ്യത്ത് ഫാഷിസം വളർന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യത്തിൽ പ്രതിഷേധവും സമരവും എന്ന് അവസാനിക്കുന്നുവോ അന്ന് ജനാധിപത്യത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെടും. ഇപ്പോൾ ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ വോയിസ് ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ടെലഗ്രാം നിരോധിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ടെലഗ്രാം ഒരു മീഡിയ മാത്രമാണ്. ടെലഗ്രാമിന് ചോദ്യപേപ്പർ ചോർത്താൻ കഴിയില്ല. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും അവസരമുണ്ടാകണം. സമരത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്നാണ് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റിനോട് പറയുന്നത്.